ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 6 കിച്ചൺ ടിപ്സുമായിട്ടാണ്. നമ്മൾ അടുക്കളയിലൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു സൂത്രപ്പണികളാണ്. ഇതെല്ലാവർക്കും ഉപകരിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ടിപ്സാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. വെളുത്തുള്ളി കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു ക്യാൻഡിലിൻ്റെ ആവശ്യമുണ്ട്. ഗ്യാസ് അടുപ്പിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളിയുടെ ഈ നാര് പോലെയുള്ള ഭാഗമില്ല, അതൊന്ന് കത്തിച്ച് കളയണം, കരിച്ച് കളയുക. നന്നായിട്ട് ആ ഭാഗം ഒന്ന് കരിച്ച് കളയുക. നന്നായിട്ടൊന്ന് കരിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ കരിഞ്ഞ ഭാഗം ഒന്ന് ഉരതി കളയാം. ആ പൊടിയായിട്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് ഉരസി കളഞ്ഞാൽ മതി. ഇതുപോലെ ഒന്ന് ഉരസി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൊടിയൊക്കെ തട്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ഡപ്പ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ കുറച്ചാണ് ചെയ്ത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ചെറിയ ഡപ്പ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. കല്ലുപ്പായാലും പൊടിയുപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് വിതറി കൊടുത്ത ശേഷം നമ്മൾ കരിച്ച് കളഞ്ഞ ഭാഗം ഈ ഉപ്പിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. നന്നായിട്ടൊന്ന് അടച്ച ശേഷം നമുക്കിത് സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ മതി. ടിപ്പ് നമ്പർ 2 എന്താണെന്ന് നോക്കാം. നമ്മൾ അച്ചാറിട്ടതിൻ്റെ ബോട്ടിലായാലും ഉപ്പിലിട്ടതിൻ്റെ ബോട്ടിലായാലും അതിനൊരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്മെല്ല് പോകാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് കുപ്പി നന്നായിട്ട് കഴുകി തുടയ്ക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നന്നായിട്ട് ചുരുട്ടിയതിന് ശേഷം നമുക്ക് ഈ കുപ്പിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുപ്പി നിറയെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. നന്നായിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു ദിവസം മുഴുവനായിട്ട് ഇതുപോലെ വെക്കുക. പിറ്റേ ദിവസത്തേക്ക് ആ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. ടിപ്പ് നമ്പർ 3 എന്താണെന്ന് നോക്കാം. നമ്മുടെ മിക്സി ജാർ എത്ര കഴുകിയാലും അതിൻ്റെ ബ്ലേഡിൻ്റെ ഉൾഭാഗത്തൊക്കെ ചെറിയ കറ പോലെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിനായിട്ട് 1 ടീസ്പൂൺ പൊടിയുപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്ത് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിയെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ മിക്സി ജാർ നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട്. ടിപ്പ് നമ്പർ 4 എന്താണെന്ന് നോക്കാം. മിക്സിയുടെ അടിഭാഗത്ത് എന്തായാലും ഒരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ ആ കറ പോകാനുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. വിനീഗർ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം. ഇതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പല്ല് തേക്കുന്ന പഴയ ബ്രഷ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരതി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മെല്ലെ ഒന്ന് ഉരതി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന ടിപ്പ് തന്നെയാണ്. ടിപ്പ് നമ്പർ 5 എന്താണെന്ന് നോക്കാം. നമ്മൾ ചില ദിവസങ്ങളിൽ രാത്രിയൊക്കെ തലേ ദിവസം കടലയൊക്കെ കുതിർക്കാനിടാൻ മറന്നു പോകും. ആ സമയങ്ങളിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരു ടിപ്പാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു കാസറോൾ എടുക്കുക. നമുക്ക് ആവശ്യമുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടലയായാലും ചെറുപയറായാലും ഏത് പയറുവർഗ്ഗമാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ഏകദേശം 1 മണിക്കൂർ വരെ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. ചെറുപയറാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഇതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ വിടിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 6 എന്താണെന്ന് നോക്കാം.
നമ്മുടെ പൊടികളൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. മുളക് പൊടിയായാലും മല്ലിപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടി ഏത് പൊടിയാണെങ്കിലും ഈ ടിപ്പ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചാണ് കാണിച്ചു തരുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പൊടിക്കനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടാം. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. പക്ഷേ കറികളിൽ ഇടുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏത് ടിപ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്